അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിൽ നിന്ന് ലോകം നാസി ജർമ്മനിയുടെ ക്രൂരതകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ജോർജ് ഓർവെലിന്റെ ഡയറി കുറിപ്പുകൾ പാരീസിലെ പട്ടിണിക്കാലത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെയും ചെഗ്വേരയുടെയും ഫ്രാങ്ക് മഗോഡിന്റെയും ഡയറി കുറിപ്പുകൾ വിശ്വപ്രസിദ്ധമാണ്. നമുക്കറിയാം, ലോകത്തെ ഒട്ടുമിക്ക ഓട്ടോബയോഗ്രഫികളും രൂപം കൊണ്ടത് ഡയറി കുറിപ്പുകളിൽ നിന്നാണ്. നെൽസൺ മണ്ടേലയുടെ ദ ലോങ് വാക്ക് ടു ദി ഫ്രീഡം, ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, APJ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയർ ചില ഉദാഹരണങ്ങൾ മാത്രം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വൈ വി നീഡ് ടു റൈറ്റ് എ ഡയറി. എന്തിന് നമ്മളൊരു ഡയറി എഴുതണം? നമുക്കറിയാം, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല രീതികളിൽ, പല സംസ്കാരങ്ങളിലായി ജീവിക്കുന്ന പലതരത്തിലുള്ള മനുഷ്യർ. അവരുടെ ജീവിതങ്ങളും തീർത്തും വ്യത്യസ്തമായിരിക്കും. അവരുടെ അനുഭവങ്ങളും തീർത്തും വ്യത്യസ്തമായിരിക്കും. ഓരോ അനുഭവങ്ങളും വിലപ്പെട്ടതാണ്. എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അനുഭവം എഴുതി വെച്ചേ തീരും. കാരണം ഒരു പക്ഷേ അത് കണ്ടിട്ടാവാം വരും തലമുറ ആശ്ചര്യപ്പെടുക, ഈ ലോകം തന്നെ ആശ്ചര്യപ്പെടുക. രണ്ടാമതായി, എവ്രി വൺ ക്യാൻ റൈറ്റ് ഇറ്റ്. ആർക്കും എഴുതാവുന്നതാണ്. ഏതെങ്കിലും ഒരു പറയപ്പെട്ട സാഹിത്യകാരനോ എഴുത്തുകാരനോ മാത്രമുള്ളതല്ല ഡയറി എഴുത്ത്. അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടേതായ രീതിയിൽ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ആൻഡ് ദി തേർഡ് വൺ ഈസ് ദാറ്റ് ജസ്റ്റ് കാൽക്കുലേറ്റ് അവർ സെൽഫ്. നമ്മൾ സ്വന്തമായി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും മറ്റൊരു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊള്ളണം. ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ജീവിതമാവണം വരും ദിവസങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും പിന്നിടുമ്പോൾ നമ്മൾ സ്വന്തത്തെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു വാക്യം ഇതിലേക്ക് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യു നീഡ് എ ടൈം ടു ടോക്ക് യുവർ സെൽഫ്. ഓരോ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങളോട് തന്നെ സംവദിക്കാൻ ഒരു സമയം മാറ്റിവെക്കണം. കാരണം ഒരു പക്ഷേ നിങ്ങളത് നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ യു ആർ മിസ്സിംഗ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്ത് എൻ എക്സലന്റ് പേഴ്സൺ ഇൻ ദി വേൾഡ്. ലോകത്തെ ഏറ്റവും മികച്ചൊരു വ്യക്തിയോട് സംവദിക്കാനുള്ള അവസരമാണ് നിങ്ങൾ അതിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെടുന്നു. അവസാനമായി, ഡയറി ഈസ് അവർ സീക്രട്ട് കോൺഫിഡൻസ്. ഡയറി നമ്മുടെ ഒരു സീക്രട്ട് കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ എല്ലാം തന്നെ തുറന്നെഴുതുന്നത് കൊണ്ട് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രതിസന്ധികളോ നമ്മെ അഭിസംബോധന ചെയ്യുന്ന സാഹചര്യത്തിൽ തളർന്നു പോകുമ്പോൾ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് മറിച്ചു നോക്കിയാൽ ഒരു പക്ഷേ അതിലും എത്രയോ വലിയ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ടാവാം നമ്മുടെ ജീവിതം നാം കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവുക. ആ സമയത്ത് ഡയറി വലിയ തരത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ആയി മാറുന്നുണ്ട്. അതുകൊണ്ട് ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ഓരോ ജീവിതങ്ങളും എത്രയോ വലിയ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ, അതിനെ കൊത്തിവെക്കാൻ നമുക്കേ സാധിക്കുകയുള്ളൂ. നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മുതൽക്കൂട്ടാവണം. ആയതിനാൽ ഞാനും ഡയറി എഴുതാൻ തുടങ്ങുന്നു. നിങ്ങളെയും പ്രതീക്ഷിക്കുന്നു. ഇറ്റ്സ് യുവർ ടേൺ. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.